അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ലിസാനുൽ ഖുർആനിലെ 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠത്തിലെ ഒരു ഭാഗം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗമാണ്, അഥവാ അതിലെ തദ്രീബാത്ത് വരുന്ന ആ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ വേഗം പാഠം നമ്മൾ പറഞ്ഞ് നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കുറച്ച് വാക്യങ്ങളുണ്ട്, അതൊന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് യഖില എന്നാണ്. യഖില എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൊത്തം എക്സാമ്പിൾ നമുക്കിവിടെ തന്ന യഖില എന്നുള്ള ഫീല് തന്നാൽ, യഖില എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, അവൻ ഉണർന്നു എന്നാണ്. ഓന് മാത്രമല്ലല്ലോ, ഞാൻ ഉണർന്നു, അവൾ ഉണർന്നു, നീ ഉണർന്നു എന്നൊക്കെ പറയണമല്ലോ. അപ്പോൾ ഒരു ഫെയില് കിട്ടിയാൽ നമുക്ക് ആ ഫീലിനെ 14 സ്ഥലത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കടത്തിക്കൊണ്ട് പോകാം. ഒരു ഫീല് കിട്ടിയാൽ നമുക്ക് ആ ഫീലിനെ 14 സ്ഥലത്തൂടെ എന്ത് ചെയ്യാം, കടത്തിക്കൊണ്ട് പോകാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മാലി ആണെങ്കിലും മുതാരി ആണെങ്കിലും ആദ്യം 1 2 കോളം, ഓക്കെ 2 കോളം വരച്ചിട്ടോ. മൂന്നാമത്തെ കോളം, നാലാമത്തെ കോളം, പിന്നെ 1 2, അപ്പോൾ 1 2 3 3 കോളം വരച്ചു കൊടുക്കുക, 4 റോവും വരച്ചു കൊടുക്കുക. 1 2 3 4. ഇനി ഇതിലേക്ക് എങ്ങനെ നമ്മൾ ഫീലിനെ കടത്തുക എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ ഫയല, ഒരു അലിഫിട്ട് കൊടുക്കുക, ഫയല ഫയലു, പിന്നെ ഒരു താഴെട്ട് കൊടുക്കുക, ഫയലത്ത് ഫയലത്ത ഫയലിന, ഫയൽത്ത ഫയൽത്തുമ ഫയൽത്തും, ഫയൽത്തി ഫയൽത്തുമ ഫയൽത്തുന്ന. ഇത് വേറെയാണ്, ഫയൽത്തു ഫയൽന. അപ്പോൾ ആകാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ അതേ രീതിയിൽ 14 സീകകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു ഫീലിനെ നമുക്ക് സർഫാക്കാൻ കഴിയും. അത് 3 റോ ആയിട്ട്, അല്ലെങ്കിൽ 4, ആദ്യത്തെ 2 എണ്ണം പുരുഷനും സ്ത്രീ, പിന്നെ പുരുഷനും സ്ത്രീ. ആദ്യത്തെ പുരുഷനും സ്ത്രീയും അവൻ എന്നാണ്, അല്ലെങ്കിൽ അവൾ എന്നാണ്. രണ്ടാമത്തെ പുരുഷനും രണ്ടാമത്തെ സ്ത്രീയും നീ എന്നാണ് എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ അതെന്തായാലും അവിടെ കേട്ടെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ തദ്രീബാത്തിൽ വാക്കർത്ഥങ്ങളുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ യഖില അവൻ ഉണർന്നു, കാല അവൻ പറഞ്ഞു, അഹിയ അവൻ ജീവിച്ചു. പിന്നെ ഇതിലിങ്ങനെ വന്നിട്ട് തഅല്ലമ അവൻ പഠിച്ചു. ഈ പറയപ്പെട്ട ഉദാഹരണങ്ങളൊക്കെ കലിമത്തുൻ തദുല്ലു അല ഹുദൂസി ഫിഅലിൻ ഫി ദമനിൽ മാളി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് പറയാനാണ് എന്ത് ഉപയോഗിച്ചത്, ഇവിടെ മാലിയായ ഫിഅല് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, മാലിയായ ഫിഅൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ യഖില അവൻ ഉണർന്നു കഴിഞ്ഞു, ഉണരുന്നു എന്നല്ല, ഉണർന്നു കഴിഞ്ഞു. പക്ഷേ ഇനി താഴേക്ക് വരുമ്പോൾ ഉദാഹരണം അവിടെ യഖില കാല അവൻ പറഞ്ഞു. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് യഖൂലു യദ്കുറു, അവൻ പറയുന്നു, അവൻ ദിക്ർ ചൊല്ലുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അവൻ ദിക്ർ ചൊല്ലും, അല്ലെങ്കിൽ അവൻ പറയും. അപ്പോൾ അവിടെ എന്തുണ്ട്, നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയും വേണമെങ്കിൽ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ നാളെ നടക്കുന്ന ഒരു കാര്യത്തെയും നമുക്ക് വേണമെങ്കിൽ അതിനോട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ കഴിയും, പറയാൻ കഴിയും. അതിൻ്റെ ഡെഫിനിഷനോ ഫീലുൽ മുലാരി കലിമത്തിൻ തദുല്ലു അല ഹുസൂലി ഫീലിൻ ഫിൽ മുസ്തഖബിലിൻ ഔ ഹാലിൻ. അതാണ് ഡെഫിനിഷൻ. ഇതിൽ ഫിൽ മുസ്തഖബിലിൻ ഔ ഹാലിൻ അത് മാത്രം മാറ്റിയാൽ മതി. ഇവിടെ ദമനുൽ മാലി ആണെങ്കിൽ താഴേക്ക് വരുമ്പോൾ, മുലാരിയായ ഫീലിലേക്ക് വരുമ്പോൾ എന്താണ്,